ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ വെച്ചാൽ, നമ്മുടെ കീബോർഡിൽ നമുക്ക് മലയാളം എങ്ങനെ ആഡ് ചെയ്യാൻ എന്നുള്ളത്. മലയാളം കീബോർഡ്, അതായത് നമുക്ക് മലയാളത്തിലൊക്കെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ആവശ്യമുള്ള സംഗതിയാണ് മലയാളം കീബോർഡ്. അപ്പോൾ അതങ്ങനെ നമ്മുടെ ഈ സാംസങ് കീബോർഡിൽ മലയാളം ആഡ് ചെയ്യാനുള്ളതാണ് വീഡിയോ ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക. ഇത് കുറേ മെത്തേഡ് ഉണ്ട്, പക്ഷേ ഞാനിപ്പോൾ പറയുന്നത് ഒരു gbord, ഗൂഗിളിൻ്റെ ഒരു കീബോർഡ് ഉണ്ട്. അത് നമുക്ക് മലയാളം ആഡ് ചെയ്യാം, gbord എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് gbord സെർച്ച് ചെയ്യുക. gbord, കീബോർഡിൻ്റെ ബോർഡ്, നമ്മളായിട്ട് ഗൂഗിളിൻ്റെ അതിനുശേഷം ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം നമ്മുടെ മൊബൈലിലേക്ക്. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നേരെ സെറ്റിങ്സിലേക്ക് പോവാം. നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് അവസാനത്തെ ജനറൽ മാനേജ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ സാംസങ് ഫോണാണ് ഉപയോഗിക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഇതിൽ ഇങ്ങനെ വരുന്നത്. എല്ലാവരിലും എങ്ങനെയാണ് വരുന്നതെന്ന് അറിയില്ല, നിങ്ങൾ ഓരോ ഫോണിലും ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ജനറൽ മാനേജിൽ പോയതിന് ശേഷം നിങ്ങൾക്കിവിടെ കാണാം കീബോർഡ് ലിസ്റ്റ് ആൻഡ് ഡിഫോൾട്ട്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിലേക്ക് പോയിട്ട് ഡിഫോൾട്ട് കീബോർഡ് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ അവിടെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ gbord വന്നിട്ടില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ഡിഫോൾട്ട് അതിൻ്റെ താഴെയായിട്ട് നമ്മൾ സാംസങ് കീബോർഡ് ഈ സെക്ഷൻ gbord എന്ന് കാണിക്കുന്നുണ്ട്. അതാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതിപ്പോൾ ഓഫായിട്ടാണുള്ളത്, അത് നമുക്കൊന്ന് ഓണായി കൊടുക്കാം. Attention, this input method may be able to collect അവരെ പ്രൈവസി പോളിസിയാണ്. അപ്പോൾ നമ്മൾ ഓക്കെ അടിക്കുക ഗൂഗിളിനെ. ഓക്കെ അടിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഡിഫോൾട്ട് കീബോർഡിലേക്ക് പോയിട്ട്, അപ്പോൾ അവിടെ gbord വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് സെലക്ട് ചെയ്യാവുന്നതാണ്, gbord സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് ജസ്റ്റ് നോക്കാം. നമ്മളെവിടെ സെലക്ട് ചെയ്യേണ്ടത് എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ഗൂഗിളിൻ്റെ സെർച്ച് ബോക്സ് എടുക്കുക. keyboard വരുന്നുണ്ട്. അപ്പോൾ അത് ഓൾറെഡി വന്നിട്ടുണ്ട് കീബോർഡ് എങ്ങനെയാണല്ലോ. അപ്പോൾ താഴെ കാണും മലയാളം ഇംഗ്ലീഷ് എന്നാണ്, അതായത് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്നതിന് മലയാളം ഓട്ടോമാറ്റിക് വരുന്നതാണ്. നെറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ഒരു മാപ്പിൻ്റെ ഭൂപടത്തിൻ്റെ ഒരു ഗോളാകൃതിയുള്ള ഭൂപടത്തിൻ്റെ ഒരു ചിഹ്നമുണ്ടല്ലോ, അതാണ് നമുക്കിതിൽ ലാംഗ്വേജ് മാറ്റാൻ ഉപയോഗിക്കുന്നത്. അത് വീണ്ടും ക്ലിക്ക് ചെയ്താൽ ഇംഗ്ലീഷ് ചെയ്യാൻ പറ്റും. വീണ്ടും മലയാളത്തിലേക്ക് തന്നെ പോയി. ഇങ്ങനെയാണ് നമ്മൾ കീബോർഡ് ആഡ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. മലയാളം എന്നെഴുതി കാണിച്ചു തരാം. MALAYALAM മലയാളം ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ വരുന്നതായിട്ട് കാണാം മലയാളം. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ. അങ്ങനെയാണ് കീബോർഡ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം.